ചെറ്റ എന്ന് പറയുമ്പോൾ എൻ്റെ മനുഷ്യനാമോ എന്നുള്ള നോവലൊരു അധ്യായം തന്നെ അങ്ങനെ ചെറ്റയെ പറ്റി എഴുതിയിട്ടുണ്ട്. പാവപ്പെട്ടവൻ്റെ കുടിലിൻ്റെ പേരാണ് ചെറ്റ. ഓല കുത്തിമറിച്ച ഒരു ചെറിയ വീട്. ചെറ്റയിൽ ജീവിച്ച ഓരോരുത്തരും വേദനിക്കുന്നുണ്ട്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിൽ ജീവിക്കുന്നതിൻ്റെ ജീവിതമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും നമ്മളെക്കാൾ ഒട്ടും മോശമല്ല. അവൻ്റെ ജീവിതാനുഭൂതികൾ, ഓർമ്മകൾ മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചില നേതാക്കന്മാർ, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പോലും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പതുക്കെ സ്വയം സവർണനും ഫ്യൂഡലുമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റത്തരം എന്നല്ലാതെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരുത്തി കൊടുക്കാനായില്ല. ചുറ്റുപാടും ആളുകളുണ്ട്, ബുദ്ധിമാന്മാരായ സംസ്കാര സമ്പന്നരായ കവിതയും കഥയും ഒക്കെ എഴുതുന്ന എഴുത്തുകാരൊക്കെ ചുറ്റും പറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ഇത് പറയരുത്. നമ്മുടെ പാർട്ടി ഈ ചെറ്റക്കുടിൽ താമസത്തിന്റെ വോട്ട് കൊണ്ടാണ് നമ്മുടെ പാർട്ടി ലോകത്തിൽ ആദ്യമായിട്ട് അധികാരമേറ്റിയ പാർട്ടിയായി മാറിയത്. നാറി എന്ന് വിളിക്കുക. വേർത്തവന്റെ കളിപ്പേരാണ് നാറി. ഫ്യൂഡൽ സപ്പർ മഞ്ചക്കട്ടിലിരിക്കുമ്പോൾ പറമ്പിൽ പണിയെടുത്ത് വരുന്ന അവനെ നാറി എന്ന് സംബോധന ചെയ്യുന്ന ഒരു മോളിലിരുന്നുള്ള സംബോധനയാണ്. പരനാറി എന്ന് വെച്ചാൽ മലം ചുമക്കുന്നവനാണ്, പരമമായ നാറ്റമുള്ളവൻ. 1950 തന്നെ തകഴി ശിവശങ്കരപ്പിള്ള തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ എഴുതി ഈ പരമനാറ്റമുള്ളവന്റെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇവനും മനുഷ്യനാണ്, അവന്റെ ജീവിതത്തിന്റെ നായകൻ അവനാണ്, നമ്മളല്ല എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു മലയാളികൾക്ക്.